അങ്ങനെ നനച്ചുളിയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇതുവരെയും ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇതും ഇപ്പോഴും കബോർഡ് ക്ലീൻ അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ. അമാനുവിൻ്റെയും അബ്ദുള്ളയുടെ ഒക്കെ കബോർഡാണെങ്കിൽ തുണി അടിയെന്നടിയെന്ന് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വലിച്ചെടുക്കുന്നത് കൊണ്ട് ഫുള്ള് മെസ്സായിട്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ ഇന്നും അങ്ങനെ കബോർഡ് അറേഞ്ച് ചെയ്യുവാണ്. കാരണം ഞങ്ങൾക്കൊരു 4-5 കബോർഡുകളും ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാം 1 by 1 ആയിട്ട് ചെയ്യുവാണ്. ഇനിയും ഉണ്ട് 2-3 കബോർഡും കൂടി. അപ്പം മക്കളുടെ സെക്ഷനും ഷെഫിയുടെ സെക്ഷനും എൻ്റെ ഒരു സെക്ഷനും കഴിഞ്ഞിട്ടു. ഇനി എൻ്റെ ചുരിദാറിൻ്റെ ഒക്കെ ഉള്ളു. അത് വലിയ സീനില്ല കേട്ടോ. അതെല്ലാം ഓൾറെഡി ടൈഡി ആയിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പം ഇന്ന് അമാനു കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അമാനുവിനോട് പറഞ്ഞു, അമാനു നിനക്ക് വേണ്ടാത്ത ഡ്രസ്സെല്ലാം മാറ്റണം. കാരണം നമുക്കത് മാറ്റാം. കാരണം എല്ലാ വർഷവും നോമ്പിന് മുന്നേ ഡ്രസ്സെല്ലാം മാറ്റും കേട്ടോ. എന്നിട്ട് അത് നമ്മൾക്കിവിടെ ഒരു ചാരിറ്റി ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ കൊണ്ടിടും. അപ്പം എല്ലാ വർഷത്തെ കൂട്ടം തന്നെ ഇത്തവണയും അങ്ങനെ നേരത്തെ മാറ്റാമെന്ന് കരുതി. പക്ഷേ ഇത്തവണ കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. അങ്ങനെ അമാനുവിൻ്റെ കബോർഡാണ് ഞാൻ ഈ ഒതുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടാണെങ്കിൽ അബ്ദുള്ളയും അമാനും കൂടെ വഴക്കിട്ടിട്ട് അബ്ദുള്ള പെണ്ണുങ്ങി എൻ്റെ അടുത്ത് വന്നിട്ട് അമാനുവിൻ്റെ കംപ്ലയിൻറ്റ്സ് പറയുകയാണ് കേട്ടോ. അങ്ങനെ അമാനുവിൻ്റെ കബോർഡെല്ലാം ഒതുക്കി കഴിഞ്ഞ് അപ്പോഴത്തേനും പിന്നെ ഷെഫി വന്നു കേട്ടോ. അപ്പോൾ ഷെഫി വന്നപ്പോൾ പിന്നെ ഞാനും കൂടെ ആയിരുന്നു ഷെഫിയുടെ കബോർഡെല്ലാം സെക്ഷൻ ക്ലിയർ ചെയ്തത്. അങ്ങനെ കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി ഒരു ബ്ലാക്ക് ഗാർബേജിലാക്കി കെട്ടി വെച്ച് ഇനിയിപ്പോൾ അത് ഇനി എൻ്റെയും കൂടി കുറച്ച് നോക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ചാരിറ്റി ബോക്സിലിടാനാണ്. അപ്പം ഇനി ക്ലീനിങ് സെക്ഷൻ ആയിട്ടില്ല കേട്ടോ. ഇനിയിപ്പം കിച്ചണിൽ കുറച്ച് വലിയ ജോലിയാണ്. അപ്പം കിച്ചൺ ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് കരുതി. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു ഡ്യൂട്ടി ടൈമിൽ ഒരു 1-2 മണിക്കൂറിൽ വരുമ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ ഒരുപാട് ലേറ്റായി. കാരണം സമയമില്ല. എല്ലാം കൂടി കുക്കിങ്ങും അബ്ദുള്ള എല്ലാം കൂടെ ആകുമ്പം ഒന്നും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ടൈമിലുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പിന്നെ ഷാളൊക്കെ ഞാൻ റോൾ ചെയ്താണ് വെച്ചത് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് കമൻസ് ഇട്ടിരുന്നു റോള് ചെയ്യാനെന്ന്. എനിക്കങ്ങനെ റോള് ചെയ്യാൻ ഞാൻ ഇന്നാണ് അങ്ങനെ റോള് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടു. ഇതൊക്കെ ഷെഫിയുടെ കബോർഡാണ് ഈ കാണുന്നത്. ഇത് അമാനുവിൻ്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ എൻ്റെ ഷാളൊക്കെ റോൾ ചെയ്തപ്പോഴത്തേന് എനിക്ക് ഒരുപാട് സ്ഥലം കിട്ടി കേട്ടോ. അപ്പോൾ കമൻസ് ഇട്ടവരോട് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഈ ഒരു ഐഡിയ ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. ഇന്നാണ് ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ ഇതെല്ലാം ഷാളെല്ലാം കറക്റ്റ് ചെയ്തു. സാരിയുടെ ആ ഒരു സെക്ഷനെല്ലാം സെറ്റാക്കി. അതുപോലെ എൻ്റെ ഇത് ഈ കാണുന്ന എല്ലാം ടോപ്പുകളാണ് കേട്ടോ. ഇതെല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. അതിൻ്റെ അടിയിൽ ഒരു 2-3 സ്കേർട്ടുണ്ട്. പിന്നെ സ്കേർട്ടിൻ്റെ സെക്ഷൻ വേറെയുണ്ട്.